ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? എക്സ് ബാർ ആണ് നമ്മുടെ സാമ്പിൾ മീൻ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ്റെ മീന് മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും ആണെങ്കിൽ എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n വേർ n denotes സാമ്പിൾ സൈസ്. ഇനി ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന കേസസിലാണ്. ഫോർ സഫീഷ്യൻ്റ്ലി ലാർജ് എന്നാണ് നമ്മൾ സെൻട്രൽ ലിമിറ്റ് ചെയ്യണം. അതുപോലെ എക്സ് ബാർ അപ്രോക്സിമേറ്റ്ലി ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റും പറയുന്നത്. ഇനി ഇതുപോലെ സാമ്പിൾ പ്രൊപ്പോർഷൻ്റെ കേസാണ് നോക്കാൻ പോകുന്നത്. സാമ്പിൾ പ്രൊപ്പോർഷൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ എന്താണ് സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പ്രൊപ്പോർഷൻ? ഇപ്പം നമ്മുടെ കയ്യിൽ പറഞ്ഞതുപോലെ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ആയിട്ട് വരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നറിയാം. എന്താണ്? നമ്മുടെ കയ്യിൽ n ട്രയൽസ് ഉണ്ടായിരിക്കും. ആ n ട്രയൽസിൽ ഓരോ ട്രയലിലും നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2 റിസൾട്ടായിരിക്കും ഓരോ ട്രയലിലും നമുക്ക് കിട്ടുക. ഒന്നില്ലെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. സക്സസിൻ്റെ പ്രോബബിലിറ്റി പി എന്നും ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു 1 - p. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 50 സ്റ്റുഡൻസ് ആണ് നമ്മളിവിടെ ട്രയൽസ് ആയിട്ട് എടുക്കുന്നത്. സ്റ്റുഡൻസിൻ്റെ എക്സാം റിസൾട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് 50 വരും. ഇനി ഇതിൽ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്തു. നമ്മളിവിടെ സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് പാസ് ആയിട്ടുണ്ടെങ്കിൽ അത് സക്സസ്, ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഫെയിലിയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്തു. ആ സ്റ്റുഡൻറ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് സക്സസ്, ഇല്ലെങ്കിൽ ഫെയിലിയർ. ഇങ്ങനെ സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ പി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഫെയിലിയർ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ക്യൂ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു പോപ്പുലേഷൻ എടുത്തു. പോപ്പുലേഷനകത്ത് n ആണ് സാമ്പിൾ സൈസ് എന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ N. അപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി n ട്രയൽസ് ഉണ്ട്. അതായത് ഓരോ നമ്മളെടുക്കുന്ന സാമ്പിളിൽ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസും ആക്ച്വലി ഓരോ ട്രയലാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സക്സസ്സും ഫെയിലിയറും ഉണ്ടായിരിക്കും. ഓരോ സാമ്പിളിലെ ഓരോ ഐറ്റംസും നമ്മൾ എടുത്തിട്ട് സക്സസ് ആണോ ഫെയിലിയർ ആണോ നോക്കും. സപ്പോസ് നമ്മുടെ കയ്യിൽ n സാമ്പിൾ സൈസ് ഉള്ള സാമ്പിളിനകത്ത് x ഐറ്റംസ് നമ്മുടെ സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. എക്സ് ഐറ്റംസ് സക്സസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ എക്സ് ബൈ എന്ന് പറയുന്ന റേഷ്യോനെയാണ് നമ്മൾ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ സാമ്പിൾ അല്ല എടുക്കുന്നത്, പോപ്പുലേഷൻ ആണ്. n എന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസ് ആണ്. ഈ ടോട്ടൽ പോപ്പുലേഷനിലെ ഓരോ ഐറ്റംസും, ടോട്ടൽ പോപ്പുലേഷനകത്ത് ഓരോ ഐറ്റംസും നമ്മളെടുത്തു. അതിൽ ചെക്ക് ചെയ്യുമ്പോൾ എക്സ് ഐറ്റംസ് സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് x/n ആണ്. ഇനി ഇതേ കൺസെപ്റ്റ് തന്നെയാണ് സാമ്പിൾ പ്രൊപ്പോർഷൻ. സാമ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ പി ക്യാപ്പ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സപ്പോസ് നമ്മളൊരു പോപ്പുലേഷനകത്ത് നിന്ന് n സൈസുള്ള ഒരു സാമ്പിൾ എടുക്കുന്നു. ഒരു പോപ്പുലേഷനകത്ത് നിന്ന് n സൈസുള്ള ഒരു സാമ്പിൾ എടുക്കുന്നു. അവിടെ എക്സ് ഐറ്റംസ്, ഈ സാമ്പിളിനകത്തെ എക്സ് ഐറ്റംസ് നമ്മുടെ സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ x/n എന്ന് പറയുന്ന റേഷ്യോ ആണ് സാമ്പിൾ പ്രൊപ്പോർഷനായിട്ട് വരിക. അപ്പം നമ്മൾ എടുക്കുന്നത് പോപ്പുലേഷൻ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് പ്രൊപ്പോർഷൻ നമുക്ക് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ, സാമ്പിൾ ആണെങ്കിൽ സാമ്പിൾ പ്രൊപ്പോർഷൻ. അതായത് n പോപ്പുലേഷൻ സൈസും ആ പോപ്പുലേഷനിലെ എക്സ് ഐറ്റംസ് സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ x/n എന്ന് പറയുന്ന റേഷ്യോ പോപ്പുലേഷൻ പ്രൊപ്പോർഷനെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ നമ്മളൊരു ഏതെങ്കിലും ഒരു പോപ്പുലേഷനിൽ നിന്ന് n സൈസുള്ള സാമ്പിൾ എടുത്തു. അവിടെ എക്സ് ഐറ്റംസ് സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ ഒരു റേഷ്യോ x/n റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത് സാമ്പിൾ പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ പി ഡിനോട്ട് ചെയ്യുന്നത് ഒരു പാരാമീറ്റർ ആണ്, അല്ലേ? പോപ്പുലേഷൻ്റെ മെഷറാണ്. ഇപ്പോൾ പി അതായത് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററും പി ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കുമാണ്.
റിലേറ്റഡ് ടു സാമ്പിൾ. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ഒരു n ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു സാമ്പിൾ സൈസ് n വരുന്ന ഒരു സാമ്പിൾ ചൂസ് ചെയ്യുകയാണ്. അവിടുത്തെ ഇനി നമ്മൾ സാമ്പിളിൻ്റെ കാര്യമാണ് പറയുന്നത്. n സൈസുള്ള ഒരു സാമ്പിൾ എടുത്തു. അതിൽ സപ്പോസ് എക്സ് ഐറ്റംസ് സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ത് വരും? പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു x/n. ഇനി ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പിയും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ക്യൂവും ആണ്. അങ്ങനെയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഓൾറെഡി നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഇ ഓഫ് എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സിൻ്റെ മീൻ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി, അതുപോലെ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി ക്യൂ. ഇനി ഇത് നമ്മൾ പി ക്യാപ്പിൻ്റെ വേരിയൻസും മീനും എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് പി ക്യാപ്പ് ഈസ് പി ക്യാപ്പ് എന്ത് വരുന്നു, അതുപോലെ വേരിയൻസ് ഓഫ് പി ക്യാപ്പ് എന്ത് വരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എടുക്കാം, നമ്മൾ ചൂസ് ചെയ്യുന്ന സപ്പോസ് നമ്മൾ ചൂസ് ചെയ്യുന്ന x1, x2 എക്സെട്ര xn n സൈസുള്ള ഒരു സാമ്പിള് നമ്മൾ ചൂസ് ചെയ്തു. ഇനി അവിടെ ഈ പറഞ്ഞതുപോലെ n ആണ് സാമ്പിൾ സൈസ്, x ആണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, അതായത് സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് x ആണ്. പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു x/n എന്ന് വന്നു. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് expectation of p cap, that is equal to expectation of x/n, that is equal to, by property of expectation we know that e of ax plus b is equal to a e of x plus b. Then this can be written as 1/n e of x, because 1/n is a constant, and already നമ്മളിപ്പോൾ പറഞ്ഞു x ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ പി ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി ക്യൂ. ദെൻ ഇവിടെ ഇ ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് എൻ പി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. എൻ എൻ ക്യാൻസൽഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു പി. എക്സ്പെക്റ്റേഷൻ ഓഫ് പി ക്യാപ്പ് കാണുമ്പോൾ നമുക്ക് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണ് കിട്ടുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു പി. സിമിലർലി എന്താണ് വേരിയൻസ് വരുന്നത്? വേരിയൻസ് ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു, ഇതേപോലെ വേരിയൻസ് ഓഫ് x/n. ഇനി നമുക്ക് വേരിയൻസിൻ്റെ കേസിൽ അറിയാവുന്ന പ്രോപ്പർട്ടി എന്താണ്? വേരിയൻസ് ഓഫ് എ എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ 1/n കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ വരും. 1/n സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ്. Already we know that variance of x is equal to npq. ഇവിടെ ഒരു എന്നും ഡിനോമിനേറ്ററിൽ ഒരു എന്നും ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കി വരുന്ന ടേംസ് പി ക്യൂ ബൈ എൻ, അതായത് വേരിയൻസ് ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു പി ക്യൂ ബൈ എൻ. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പി ക്യാപ്പ് എന്ത് വരും? റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് പി ക്യാപ്പ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ. നമുക്ക് എന്തൊക്കെ കിട്ടി? പി ക്യാപ്പ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ മീനും വേരിയൻസും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പി, വേരിയൻസ് ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു പി ക്യൂ ബൈ എൻ, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു റൂട്ട് പി ക്യൂ ബൈ എൻ. ഇനി നമ്മൾ സാമ്പിൾ മീനിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് വാല്യൂസ് ഓഫ് എൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് സാമ്പിൾ പ്രൊപ്പോർഷൻ ഫോളോസ് അപ്രോക്സിമേറ്റ്ലി എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ. ഇവിടുത്തെ മീൻ ഏതാണ്? പി ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് പി ക്യൂ ബൈ എൻ. ദാറ്റ് ഈസ് for sufficiently large values of n, this p cap follows approximately a normal distribution with mean p and variance root pq by n.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പി ക്യാപ്പിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാം. കാരണം അപ്രോക്സിമേറ്റ്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞു. എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF വരുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 1/√2 pi sigma e raised to minus x minus mu whole square by 2 sigma square. ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് പി ക്യാപ്പ് ആണ് വിത്ത് മീൻ പി ആൻഡ് വേരിയൻസ് √PQ/n. അപ്പോൾ മ്യൂ ഉള്ളിടത്തൊക്കെ നമ്മൾ പി വെച്ച് റീപ്ലേസ് ചെയ്യുക, എക്സ് വരുന്നിടത്ത് പി ക്യാപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുക, സിഗ്മ വരുന്നിടത്ത് √PQ/n വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇതായിരിക്കും കറസ്പോണ്ടിങ് പി ക്യാപ്പിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ജനറലി എന്തു പറഞ്ഞാൽ മതി? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ പ്രൊപ്പോർഷൻ വരുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ്. സാമ്പിൾ പ്രൊപ്പോർഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ സാമ്പിൾ മീനിൽ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെ വേരിയബിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു എ സർവേ 47% ഓഫ് ഡ്രൈവേഴ്സ് ഇൻ ദ മിഡ് വെസ്റ്റ് സേ ദേ ഡ്രൈവ് അറ്റ് ഓർ ബിലോ ദ സ്പീഡ് ലിമിറ്റ്. അതായത് നമ്മൾ മിഡ് വെസ്റ്റിലെ ഫുൾ ഡ്രൈവേഴ്സിൻ്റെ പോപ്പുലേഷൻ ആണ് എടുക്കുന്നത്. ഇവിടെ പോപ്പുലേഷൻ്റെ കാര്യമാണ് പറയുന്നത്. മിഡ് വെസ്റ്റിലെ ഫുൾ ഡ്രൈവേഴ്സിൻ്റെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 47% ആൾക്കാരും സ്പീഡ് ലിമിറ്റിലോ അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റിനേക്കാൾ ബിലോ ആണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണ്. അതായത് 100% ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 47% നമ്മുടെ സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ സക്സസ് എന്താണ്? ആക്ച്വലി സ്പീഡ് ലിമിറ്റിലോ അതിന് ബിലോയോ ഡ്രൈവ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഇവിടുത്തെ സക്സസ് വരുന്നത്. സ്പീഡ് ലിമിറ്റിലോ അതിന് ബിലോയോ ഡ്രൈവ് ചെയ്യുക, അതാണ് ഇവിടുത്തെ സക്സസ്. അപ്പോൾ സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് 47% ആണ്. അതായത് 100% എടുത്തു കഴിഞ്ഞാൽ 47% നമ്മുടെ സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് പോപ്പുലേഷൻ്റെ കാര്യമാണ്. അപ്പോൾ പിയുടെ വാല്യൂ 47/100 വരും. നെക്സ്റ്റ്, assume this person represents the true population proportion. Population proportion ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then next, determine the probability that more than 53% in a random sample of 200 Midwest drivers will say they drive at or below the speed limit. ഇനി എന്താണ്? ഈ പോപ്പുലേഷൻ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സാമ്പിൾ ചൂസ് ചെയ്യാണ് വിത്ത് സൈസ് 200 സൈസ് വരുന്ന ഒരു സാമ്പിൾ ചൂസ് ചെയ്തു. ഇനി ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 53% ആൾക്കാർ നമ്മുടെ സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുക. അതായത് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 53% എന്ന് മാത്രമല്ല, 53% മോർ ദാൻ 53%. ദാറ്റ് മീൻസ് നമ്മുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്താണ്? ഇവിടെ ആക്ച്വലി കിട്ടേണ്ടത് പി ക്യാപ്പ് 53/100 കൂടുതൽ വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ദ പ്രോബബിലിറ്റി ദാറ്റ് മോർ ദാൻ 53% ഡ്രൈവേഴ്സ് സേ ദാറ്റ് ദേ ഡ്രൈവ് അറ്റ് ഓർ ബിലോ സ്പീഡ് ലിമിറ്റ്. അതായത് 100% ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 53%ഉം നമ്മുടെ സക്സസ്സിനെ ഫോളോ ചെയ്യണം. അതിനേക്കാൾ 53%-നേക്കാൾ കൂടുതൽ ആൾക്കാർ, മോർ ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100% ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രൈവേഴ്സിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 53%, അതായത് 53%-നേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ സക്സസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പി ക്യാപ്പ് ഗ്രേറ്റർ ദാൻ 53/100. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ നോക്കാം. നമുക്ക് പി ക്യാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ പി ക്യാപ്പിൻ്റെ മീനും വേരിയൻസും എഴുതാൻ അറിയാം. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, പി ഈസ് ഈക്വൽ ടു 47/100
that is equal to 0.47. N is equal to 200. We want to find the probability that P cap, probability of P cap greater than 53/100. That is equal to probability of getting P cap greater than 0.53. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇനി പി ക്യാപ്പിൻ്റെ മീനും വേരിയൻസും നോക്കുക. നമുക്കറിയാം ഇ ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു പിയുടെ വാല്യൂ എന്താണ് 0.47. അതുപോലെ വേരിയൻസ് ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു √PQ/N. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.47 ഇൻറ്റു ക്യൂ എന്ത് വരും? പി 0.47 ആണെങ്കിൽ ക്യൂ എന്ത് വരും? 1 മൈനസ് 0.47, ദാറ്റ് ഈസ് 0.53 ഡിവൈഡഡ് ബൈ N വാല്യൂ 200. ഇനി ഒരു കാര്യം കൂടിയും പറയാം. ഇവിടെ ഫോർ ലാർജ് വാല്യൂസ് ഓഫ് N പി ക്യാപ്പ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പി ക്യാപ്പിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് നോർമൽ വേരിയബിൾ എന്ത് വരും? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിൻ്റെ മീന് മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ എന്താണ്? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇവിടെ പി ക്യാപ്പിൻ്റെ കേസിൽ പി ക്യാപ്പിൻ്റെ മീന് പിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √PQ/N ആണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ എന്ത് വരും? പി ക്യാപ്പ് മൈനസ് പി ബൈ √PQ/N. എപ്പോഴും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്നുള്ളത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുള്ള വേരിയബിളിൽ നിന്ന് മീൻ മൈനസ് ചെയ്യുക, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യം വേരിയബിളിനെ ഇനി നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പോവാണ്. പ്രോബബിലിറ്റി ഓഫ് പി ക്യാപ്പ് മൈനസ് പി ബൈ √PQ/N ഗ്രേറ്റർ ദാൻ, നമുക്കതിന് മുന്നേ വേണമെങ്കിൽ ഈ ഗ്രേറ്റർ ദാൻ ടേമിനെ നമുക്ക് ലെസ് ദാൻ ടേം ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പി ക്യാപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.53. കാരണം നമുക്ക് സെറ്റ് കർവിൽ 5 ഓഫ് വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് വരുമ്പോഴാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ്, ഇനി നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാം, പി ക്യാപ്പ് മൈനസ് പി ബൈ √PQ/N. സെക്കൻഡ് റൈറ്റ് സൈഡിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുക. 0.53 മൈനസ് പി, പിയുടെ വാല്യൂ എന്താണ്? 0.47 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0.47 ഇൻറ്റു 0.53 divided by 200. That is 1 minus p of this value becomes standardized variable set less than or equal to, ഈ ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.7 എന്ന ആൻസർ കിട്ടും. അപ്രോക്സിമേറ്റ്ലി 1.7. That is equal to 1 minus this value can be written as 5 of 1.7. 5 of 1.7 കാണാൻ അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് എങ്ങനെയാണ് സെറ്റ് കർവ് ടേബിൾ നോക്കിയിട്ട് 5 വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ 0.9554 എന്ന് കിട്ടും. ദെൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി 0.0446. ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള റിക്വയർഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പി ക്യാപ്പ് ഗ്രേറ്റർ ദാൻ 53/100. അപ്പോൾ നമ്മൾ സാമ്പിൾ മീനിൽ ചെയ്ത അതേ പ്രൊസീജിയറാണ് ഇവിടെ മീനും എന്താണ് പി ക്യാപ്പിൻ്റെ മീന് അല്ലെങ്കിൽ എന്താണ് പി ക്യാപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് അറിയണമെന്ന് മാത്രം. നെക്സ്റ്റ് ഇതേപോലെ പ്രോബ്ലം, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Suppose that 50% of students at the school have experienced extreme levels of stress during the past month. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്താണ്? നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ എത്ര പേർക്ക് ഹൗ മെനി സ്റ്റുഡൻസ് എക്സ്പീരിയൻസ്ഡ് എക്സ്ട്രീം ലെവൽസ് ഓഫ് സ്ട്രെസ്. നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണെങ്കിൽ അത് സക്സസ് ആണ്, ഇല്ലെങ്കിൽ ഫെയിലിയർ. അപ്പോൾ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ 100% എടുത്ത് സ്റ്റുഡൻസിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 50% ആൾക്കാർക്കും
സ്റ്റുഡൻസിനും സ്ട്രെസ് ഉണ്ട്. ദാറ്റ് ഈസ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഈസ് ഗിവൺ ആസ് 0.15. Then our question asks what's the probability that more than 10% of a sample of 160 students, sample of n equal to 160 students would report that they experienced extreme levels of stress during the past month. That is, we require to find the probability of getting p cap greater than 10%. 10% പറഞ്ഞു കഴിഞ്ഞാൽ 10 by 100. That is, we want to find p cap greater than 0.1. ഇപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ഫസ്റ്റ് അതിന് 1 മൈനസ് പി ഓഫ് പി ക്യാപ്പ് ലെസ് ദാൻ 0.1 എന്ന് എഴുതാം. ദെൻ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അതിന് മുന്നേ ഈ ഇവിടെ പി ക്യാപ്പിൻ്റെ മീൻ എന്ത് വരും നമുക്കറിയാം. ദിസ് ഈസ് ഈക്വൽ ടു പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15. സിമിലർലി വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പി ക്യാപ്പ് ഈസ് ഈക്വൽ ടു റൂട്ട് പി ക്യൂ ബൈ എൻ. പി ക്യൂ 0.15 ആണെങ്കിൽ ക്യൂ എന്ത് വരും 1 മൈനസ് 0.15, ദാറ്റ് ഈസ് 0.85 ഡിവൈഡഡ് ബൈ എൻ 160. അതിവിടെ സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ അപ്ലൈ ചെയ്താലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി സ്റ്റാൻഡർഡൈസ് ചെയ്യുക, 1 മൈനസ് പി ഓഫ് പി ക്യാപ്പ് മൈനസ് പി ബൈ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മുടെ വാല്യൂസ് പിയുടെയും പി ക്യൂവിൻ്റെയും വാല്യൂസ് ഒന്നും അപ്ലൈ ചെയ്യണ്ട, ന്യൂമറിക്കൽ വാല്യൂ വരുന്നിടത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മൈനസ് 0.15 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0.15 ഇൻറ്റു 0.85 ഡിവൈഡഡ് ബൈ 160. ഇനി പറഞ്ഞതുപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ദിസ് ഇസ് ബിക്കംസ് സെഡ് ലെസ് ദാൻ, ഈ ഒരു വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക, 1.77 എന്ന് കിട്ടും. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 5 ഓഫ് 1.77 മൈനസ് 1.77. ഈ ഒരു വാല്യൂ ടേബിളിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യുക, 5 ഓഫ് 1 മൈനസ് 1.77 ഇവാലുവേറ്റ് ചെയ്യുക, വി ഗെറ്റ് 1 മൈനസ് 0.0384, ദാറ്റ് ഈസ് ആൻസർ ബിക്കംസ് 0.9616. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാമ്പിൾ മീനിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ആയാലും സാമ്പിൾ പ്രൊപ്പോർഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആയാലും നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണ്, എക്സ് ബാർ ഫോളോസ് ഇഫ് മ്യൂ ആൻഡ് സിഗ്മ ഡിനോട്ട്സ് population mean and population standard deviation. X bar follows normal distribution with mean mu and standard deviation sigma by root n. Corresponding standardized variable is x bar minus mu by sigma by root n. അതേപോലെ if P denotes population proportion and Q probability of failure, P actually denote ചെയ്യുന്നത് population proportion എന്ന് പറഞ്ഞു കഴിഞ്ഞാലും probability of success എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ P തന്നെയാണ്. അവിടെയും probability of success എന്ന് പറഞ്ഞു കഴിഞ്ഞാലും population proportion എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. n സാമ്പിൾ സൈസും ആണെങ്കിൽ P cap follows normal distribution with the mean P and standard deviation root PQ by n. Then corresponding standardized variable is P cap minus P by root PQ by n. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ അറിയേണ്ടത്. ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ ജസ്റ്റ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ടേബിൾ കർവ് നോക്കി വാല്യൂസ് കണ്ടുപിടിക്കാൻ അറിയണം. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലും അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സാമ്പിൾ മീനിൻ്റെയും സാമ്പിൾ പ്രൊപ്പോർഷൻ്റെയും റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് ഹോംവർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് വരുന്നത് കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ്. കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ പോപ്പുലേഷൻ മീൻ ആൻഡ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ഈ ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.